ഹായ് നമസ്കാരം. ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ വളരെ വിഷമം പിടിച്ച ഒരു വാർത്തയാണ് കാണുന്നത്. വീഡിയോ കണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ അധികം മനസ്സ് വേദനിച്ച ഒരു ദൃശ്യമായിരുന്നു അത്. കാറിൽ ചാരിയതിന്റെ പേരിൽ രാജസ്ഥാനി സ്വദേശികളായ ദമ്പതികളുടെ മകനെ, പിഞ്ചു പൈതലിനെയാണ് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിത്തെറിപ്പിക്കുന്നത്. അതും തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ഭാര്യയും കുട്ടികളുമായി പർച്ചേസിന് വന്ന ഒരു യുവാവാണ് ഇത്തരത്തിൽ ഒരു അതിക്രൂരമായ ഒരു സംഭവം ചെയ്തത്. വളരെ വിഷമം തോന്നിയത് കണ്ടിട്ട്. ആ വീഡിയോ സ്ലോ മോഷനിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്ക്. എത്രത്തോളം ആഘാതമാണ് ആ ഒരു ചവിട്ട്, ആ ഒരു ഫുട്ബോൾ തട്ടുന്നത് പോലെ. ഇതുപോലെ അയാളുടെ മകൻ വേറൊരാളുടെ കാർമലോ ബൈക്കുമലോ ഒക്കെ ചാരി നിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണെന്ന് കരുതി ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറുന്നത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും എനിക്ക് മനസ്സ് വളരെയധികം വേദനിപ്പിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ കാലത്ത് തന്നെ റെഡിയാക്കി ഇടുന്നത്. നിങ്ങൾ ആ ദൃശ്യം ഒന്ന് കണ്ടു നോക്ക്. നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടാണ് അയാൾ വരുന്നത്. ആ പിഞ്ചു കുഞ്ഞ് നോക്കുന്ന ദയനീയ ഭാവം കണ്ടാൽ തന്നെ മനസ്സിലാവും ആ കുഞ്ഞിന് മുഖത്ത് നിസ്സഹത കണ്ട. ഓടി വന്ന് ആഞ്ഞ് ചവിട്ടുകയാണ്. നമ്മുടെ ഫുട്ബോളൊക്കെ കോർണർ അടിക്കുന്ന പോലെയുള്ള ലാഘവത്തോടെയാണ് ചവിട്ടിയത്. എന്തായാലും ഇത്തരത്തിൽ ക്രൂരത ചെയ്യുന്നവരെ തീർച്ചയായിട്ടും നിയമത്തിന്റെ പരമാവധി ശിക്ഷ കൊടുത്ത്, മറ്റുള്ളവർ ഇതുപോലെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ശിക്ഷാ നടപടി കൊടുത്ത് ശിക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെയധികം വിഷമം തോന്നി. നമുക്കും മക്കളുള്ളതാണ്. പക്ഷെ ഇത്തരത്തിൽ മൃഗീയമായി ചവിട്ടുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചൊന്ന് പിടഞ്ഞു പോയി. ഈ വീഡിയോ നിങ്ങളൊന്ന് എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. കാരണം ആരും ഇത്തരത്തിൽ ഇനി ചെയ്യാതിരിക്കട്ടെ.